Hello guys, welcome back to our channel. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കേക്ക് ആണ്. കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്കിന്റെ വെയിറ്റ് വരുന്നത് 1 kg ആണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കാം. Can you Santa driving the sleigh or was it the Grinch and he got away? ഇനി നമുക്ക് എഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് തണുപ്പില്ലാത്ത 4 മുട്ട നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് ഇപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/4 കപ്പ് ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റർ മാറ്റി വെക്കാം. അതിനുശേഷം അരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മൈദയുടെ മിക്സ് കുറച്ചായിട്ട് ചേർത്തിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് 6 ഇഞ്ചിന്റെ കേക്ക് ടിന്നിലാണ്. 7 ഇഞ്ചിന്റെയും 8 ഇഞ്ചിന്റെയും നമുക്കിത് ബേക്ക് ചെയ്യാവുന്നതാണ്. 5 or 6 പ്രാവശ്യം ഒന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 45 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ശേഷം ഇതിന് ചുറ്റുമുള്ള ബട്ടർ പേപ്പറൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കേക്ക് 3 ലെയറായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇപ്പോൾ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാം. 1 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എക്സ്ട്രാ ഞാൻ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നില്ല. ഈ ഒരു വിപ്പിംഗ് ക്രീമിന് ഏകദേശം നല്ല മധുരം തന്നെ ഉണ്ട്. ക്രീം ഇപ്പോൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം 10-15 മിനിറ്റത്തേക്കൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം. ഇനി നമുക്ക് കേക്കിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളവും പിന്നെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ചേർത്തിട്ട് ബോയിൽ ചെയ്തെടുത്തതാണ്. ഇതുപോലെ തന്നെ അടുത്ത 2 ലെയറിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. Christmas time without you. നമ്മളിപ്പോൾ ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു. ഇതിന്റെ മുകളിലായിട്ട് നമുക്കിനി കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇനി
നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തേർഡ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കേക്കിൻ്റെ സൈഡ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഞാനിപ്പോൾ ചോക്ലേറ്റ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നോസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഫ്ലവർ പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിനി കുറച്ച് ചെറികളൊക്കെ വെച്ച് കൊടുക്കാം. ചെറി മുഴുവനായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ഇനി നമുക്ക് 1 മണിക്കൂറത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.